ഞങ്ങളിന്ന് തീർത്തും വ്യക്തിപരമായ ഒരു കാര്യമാണെങ്കിലും ഞങ്ങൾക്ക് വളരെ അടുപ്പമുള്ള വളരെ ഹൃദയബന്ധമുള്ള ആ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ഡോക്ടർ ബി അശോകിൻ്റെ പിതാവ് അന്തരിച്ചിരുന്നു. ഞങ്ങൾ രാവിലെ അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ ബാലസുന്ദരം എന്നാണ്. അതെ. ഞങ്ങളെല്ലാവരും രാവിലെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് കേശവാസവത്തുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയിരുന്നു. അതെ, അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ശ്രീ ഷാജൻ സ്കറിയ, ഞങ്ങളുടെ CEO മഞ്ജു, ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു പതിവില്ലാത്ത ഒരു രീതിയായിരുന്നു. കാരണം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് മുഖ്യമന്ത്രി അവിടെ ആദരാഞ്ജലി അർപ്പിക്കാൻ വരുന്നു എന്നാണ് അറിഞ്ഞത്. പക്ഷേ നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വാഹനം കയറിപ്പോകുന്നു. ഒരു ഇടുങ്ങിയ വഴിയാണ്, കേശവാസപുരത്ത് ഉള്ളിലോട്ട് കയറിയ ഒരു ഇടുങ്ങിയ വഴിയാണ്. പക്ഷേ പിന്നെ അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പേ അത്യാവശ്യം വഴിയുണ്ട്. ഈ നമ്മൾ ഈ എല്ലാ പോയിന്റിലും പോലീസുകാർ നിൽപ്പുണ്ട്. നമ്മൾ കയറിപ്പോകുന്നു, ശാന്തമായിട്ട് നമ്മൾ കയറിപ്പോകുന്നു, നമ്മളെ ആരും തടയുന്നില്ല. നമ്മളവിടെ ചെല്ലുന്നു, അവിടെ തന്നെ നിൽക്കുന്നു, ആദരാഞ്ജലി അർപ്പിക്കുന്നു, റീത്ത് വയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുറത്തിറങ്ങി നമ്മൾ പരിചയക്കാരെയൊക്കെ കണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരുന്നു. ഒരു ബഹളവും ഇല്ല. വണ്ടി വരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ മന്ത്രി റോജി എം ജോൺ ഉണ്ട്. തൊട്ട് പിന്നാലെ ഉള്ള വണ്ടിയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ വന്നിരിക്കുന്നു. ഇവരെല്ലാം അകത്ത് കയറി ആദരാഞ്ജലി അർപ്പിച്ചു ഇറങ്ങി വരുന്നു, നമ്മളെയൊക്കെ അഭിവാദ്യം ചെയ്യുന്നു, പോകുന്നു. പക്ഷെ ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്ഥാനത്ത് ഇത് പിണറായി വിജയനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ എന്താകുമായിരുന്നു അവിടെ സംഭവിക്കുക? ഞാൻ പറഞ്ഞുതരാം. ആ വഴി മുഴുവൻ ആദ്യം അടയ്ക്കും. ഇടുങ്ങിയ വഴിയോ വീതിയുള്ള വഴിയോ എന്നുള്ളതൊന്നും ബാധകമല്ല. ആദ്യം വഴി അങ്ങ് അടയ്ക്കും. വഴി അടച്ചതിന് ശേഷമായിരിക്കും രാജാവിൻ്റെ എഴുന്നള്ളത്ത്. നമ്മൾ ഒരൊറ്റ വാഹനം ഈ അടുത്തും പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ വണ്ടി എടുത്ത് നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ പോലീസ് അതിൻ്റെ സൗകര്യം എടുത്ത് കൊണ്ടിടാന്ന് പറയും. ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്ന വെച്ചാൽ അതിന് മറുപടിയില്ല. നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഓടിക്കും. അത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വരവാണ്. ഇദ്ദേഹം വരണ നേരത്തെ അവിടെ ഒരു മനുഷ്യനെ കാണാൻ ഇഷ്ടമല്ല എന്നാണ് പൊതുവെ കേട്ടിട്ടുള്ളത്. മനുഷ്യരെ കാണുന്ന താല്പര്യമില്ലാത്ത ആളായതുകൊണ്ട് തന്നെ ആളെല്ലാം അവിടെ നിന്ന് അടിച്ചോടിച്ച്, സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ മരിച്ചാണ്ട് ബന്ധുക്കളെങ്കിലും അവിടെ നിർത്താൻ അവർ അനുവദിക്കുമെന്ന് സ്വാഭാവികം നമ്മൾ സംശയിച്ചു. ആ രീതിയിലാണ് 40 വണ്ടിയിൽ ആകുമ്പോഴൂടെ അദ്ദേഹം വരുന്നു. ആംബുലൻസ് എല്ലാം കൂടെ വന്ന് ആ ഒരു ബഹളമാകുന്നു. അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത് വരത്തേക്കും ആ ഏരിയയിൽ ഒരു മനുഷ്യനും എങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയല്ലോ. അതായത് ഇദ്ദേഹം വരുന്ന അരമണിക്കൂർ മുമ്പേ അങ്ങോട്ടുള്ള വഴികളെല്ലാം അടയ്ക്കണം. ഒരു വണ്ടിക്ക് മാത്രം പ്രവേശനമാക്കും. അതിനുശേഷം അവിടെ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാരെ മുഴുവൻ അവിടുന്ന് മാറ്റും. കയറിപ്പോകുന്ന വഴിക്ക് നമ്മൾ ആ വീട്ടിലോട്ട് കയറിപ്പോയല്ലോ. വീട്ടിലോട്ട് കയറിപ്പോകുമ്പോൾ അവിടെ കസേരയൊക്കെ ഇട്ട് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. മുതിർന്ന IAS IPS ഉദ്യോഗസ്ഥർ ഒരുപാട് പേര് അവിടെ നിൽപ്പുണ്ട്. നമ്മൾ അവിടെ സാധാ നാട്ടുകാരുണ്ട്, അശോകിൻ്റെ സുഹൃത്തുക്കളുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. ഈ നിൽക്കുന്ന ഒറ്റ ഒരാളെ അവിടെ നിർത്തത്തില്ല, അവിടെ നിന്ന് ഓടിക്കും. പിന്നെ ഇദ്ദേഹം പോകുന്നിടം വരെ ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റില്ല. ആ പരിസരത്തോട്, അതായത് ഈ കേശവദാസപുരം പട്ടം എതിരെയൊക്കെയാണോ ഇദ്ദേഹം വരുന്നത്, ആ വഴി മുഴുവൻ ബ്ലോക്ക് ചെയ്യും. നമ്മൾ അനുഭവിക്കുന്നതായിരുന്നല്ലോ അന്ന്. ഇപ്പോൾ തിരുവനന്തപുരം ഉദാഹരണം ഞങ്ങളുടെ ഓഫീസിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ പട്ടം എന്ന് പറഞ്ഞാൽ PSC ഓഫീസിൻ്റെ അടുത്താണ്. ഇവിടെ ഒരു 4 കൂടിയ ഒരു ജംഗ്ഷനാണ്. പട്ടം അറിഞ്ഞാത്തവരെ കുറിച്ച് പറയണം, കണ്ടിട്ടില്ലാത്തവരൊക്കെ. അവിടെ സംഭവിക്കുന്നത് 4 ഭാഗത്തു നിന്നും വാഹനങ്ങൾ അവിടെ എത്തുന്നു. തിരക്കുള്ള MC റോഡിലേക്കൊക്കെ പോകുന്ന ഒരു റോഡാണ്. ഇവിടെ നമ്മൾ ചില ദിവസങ്ങളിൽ വൈകുന്നേരത്ത് അല്ലെങ്കിൽ രാവിലെ ചെന്ന് കാണുന്ന കാഴ്ച കംപ്ലീറ്റ് റോഡും ബ്ലോക്ക് ചെയ്തൊക്കെയായിരിക്കും. ട്രാഫിക് സിഗ്നൽ ആദ്യം ഓഫ് ചെയ്യും. ട്രാഫിക് സിഗ്നൽ ഓഫ് ചെയ്തിട്ട് ഈ പോലീസുകാർ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും എല്ലാ വാഹനങ്ങളും എല്ലാവരും ഇങ്ങനെ കാത്തു കെട്ടി കിടക്കേണ്ടത് എന്താ സംഭവിക്കുന്നത്. കുറേ കഴിയുമ്പോഴാണ് ഇദ്ദേഹം 40 വാഹനങ്ങൾ ആമ്പടിയോട് കൂടി ചീറിപ്പാൻ ഞങ്ങൾ പോകുന്നത്. ഇയാൾ ഏതാണ്ട് അടുത്ത 2 ജംഗ്ഷൻ കഴിഞ്ഞ് ഉറപ്പുവരുത്തിയിട്ട് പിന്നെ നമ്മളെ അങ്ങോട്ട് വിടുകയുള്ളൂ. ഇത് മാത്രമല്ല, ഇത് നിയമസഭ ഉള്ള സമയത്ത് നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ ഇത് സംഭവിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇയാളൊക്കെ വരികയും പോവുകയും ചെയ്യുന്ന നേരത്തും അവിടെ ഇത് തന്നെ സംഭവിക്കും. ആ നേരത്തെ എല്ലാം റോഡ് ബ്ലോക്ക് ചെയ്ത് വയ്ക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അദ്ദേഹത്തെ ഒരു എസ്കോർട്ട് ഒരു പൈലറ്റ് മാത്രമേ ഉള്ളൂ. അവർ ഒരു തരത്തിലുള്ള പ്രശ്നവും ശല്യമോ ചീത്തവളി ഒന്നുമില്ല. അവർ മിണ്ടാതെ വന്നു മുഖ്യമന്ത്രി വന്ന് ആദരാഞ്ജലി അർപ്പിച്ചിട്ട് അദ്ദേഹം പോവുകയും ചെയ്തു. അല്ല, ഇന്നലെ അദ്ദേഹം പത്തനംതിട്ടയിലാണ്. ഞാൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ആ സന്ദർശനം ഒന്ന് ആറന്മുളയിലും റാന്നിയിലും ഒക്കെ ആയിട്ട് അദ്ദേഹം സന്ദർശിക്കാൻ എത്തിയിട്ട് ഈ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലെത്തുന്നു. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നിന്ന് അദ്ദേഹത്തെ കണ്ടപ്പോഴേ ജനങ്ങളുടെ എല്ലാ വിഷമതകളും അവരെ പേടിക്കേണ്ട ആളല്ലല്ലോ, മറ്റല്ലോ വിഷമതകൾ മാറി. അദ്ദേഹം ഇതിനിടയ്ക്ക് അവിടുത്തെ ക്യാമ്പിലുള്ള കുഞ്ഞുങ്ങളെ എടുക്കുന്നു, ലാളിക്കുന്നു. ഇന്നും PR വർക്കിൻ്റെ ഭാഗമൊന്നുമല്ല, അദ്ദേഹം അത് നാച്ചുറലായിട്ട് ചെയ്തതാണ്. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ അവരോട് പ്രസംഗിക്കുകയാണ്. എന്തൊക്കെ സഹായങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് അവിടെ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ച് എല്ലാവരെയും കണ്ട് ഉൾക്കൊണ്ട് തിരിച്ചു പോകുന്നു. അല്ലാതെ ഇപ്പം പിണറായി വിജയൻ അപ്പോഴാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. എന്താണ് ഈ താരതമ്യം വരുന്ന ഈ സമയത്താണ്. ഇപ്പം കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് പിണറായി വിജയൻ ആനയായിരുന്നു, തേങ്ങയായിരുന്നു, മാങ്ങയായിരുന്നു, ചക്കയായിരുന്നു എന്നും പറഞ്ഞ്
ഈ ആശാന്മാരെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കസേല ഇരുന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവർ. ഈ പ്രളയത്തെ എങ്ങനെ അദ്ദേഹം നേരിടുന്നത് ഏറ്റവും വലിയ ക്രൈസിസ് മാനേജർ എന്നൊക്കെയാണ് ഇമാർ തള്ളുന്നത്. അപ്പോൾ ഈ അനന്തുവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്, ഈ CPM-ലെ മൂക്രാഞ്ചി മോറന്മാരോടാണ് എന്നും പറഞ്ഞിട്ട് അനന്തുവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഞാനത് വായിച്ചപ്പോൾ തന്നെ എനിക്കത് ചിരി വന്നു. കാരണം നമ്മൾ എന്താണോ പറയാൻ ആഗ്രഹിച്ചത് അത് കൃത്യമായിട്ട് അനന്തു പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന അദ്ദേഹം ഇവിടുന്ന് നാട്ടുകാർ തല്ലി ഓടിച്ച് നാടുകാരെ കയറി പോയ ഒരുത്തനാണ്. അയാളെ വീണ്ടും ഈ പൊക്കിക്കൊണ്ട് വന്ന് നാട്ടുകാർക്ക് തെറി പറയാൻ ഇട്ട് കൊടുക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് അവർ പണി കൊടുക്കുന്നതാണല്ലോ. ഈ വൈറ്റ് വാഷ് എന്ന് പറഞ്ഞത് കറുത്ത ചായ അടിച്ചോണ്ടിരിക്കുന്ന പരിപാടി. വൈറ്റ് വാഷ് അല്ല ഇത്. അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ വേന എങ്ങനെ ഒഴിഞ്ഞു പോയാൽ മതി എന്നാണ് CPM വിചാരിക്കുന്നത്. അല്ല, ഇങ്ങനെ ഓരോ അന്തം കമ്മിയും ഈ പിണറായി വിജയനെ പുകഴ്ത്തിയിരുന്ന പോസ്റ്റിനടിയിൽ 500 ലൈക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. 490 ലൈക്കിനും വലിയ പൊട്ടിച്ചിരിയുടെ ഇമോജിയാണ് കിടക്കുന്നത്. അതിന്റെ താഴോട്ടുള്ള കമന്റ് വായിച്ചാൽ പച്ചത്തെറിയാണ്. പിണറായി വിജയൻ അവന്റെ എന്നും പറഞ്ഞ് കുറെ തെറി അങ്ങ് വരിക. ഈ നമ്മുടെ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ മലപ്പുറത്ത് ഒരു ലീഗ് നേതാവിന് വേണ്ടി ഉച്ചഭക്ഷണം കഴിച്ചതിനെ കുറിച്ച് ഇവർ വിമർശിക്കുമ്പോൾ ഇപ്പം വരുന്ന ചിത്രങ്ങൾ മുഴുവൻ പിണറായി സംഘം ഇരുന്നുകൊണ്ട് ഈ മറ്റേ മൂക്കൂട്ട തിന്നുന്നതും അതിന്റെ ലിസ്റ്റാണ്. നമ്മൾ മേശയാണ് നമ്മൾ ഞെട്ടി. ഇയാളെ മനുഷ്യരാണോ ഇത് മറ്റേ ബഗനാണോ എന്ന് നോക്കി ഇത്രയും കഴിക്കാൻ. ഇന്നലെ നമ്മൾ സി ദിവാകരന്റെ ആ വീഡിയോ വീണ്ടും കണ്ടു. സി ദിവാകരൻ പറയുന്നേ മറ്റേ മീനാണെന്ന് ചോദിച്ചു. ചൂരമീനെ കുത്തി നോക്കിയിട്ട് ഇതെന്ത് മീനാന്ന് ചൂര. അപ്പോഴേ അയാൾ എണീറ്റു. AK സെന്ററിലോട്ട് വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും പറഞ്ഞു. അദ്ദേഹം അവിടുന്ന് അപ്പോഴേ ഇറങ്ങിപ്പോയി എന്നാ പറഞ്ഞു. അപ്പോഴാണ് ഈ അദ്ദേഹം എന്താ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു സത്യനേശൻ ഈ ഇദ്ദേഹത്തിന്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുകയാണ്, സി ദിവാറിന്റെ അടുത്ത് സഹാവേ നല്ല നെയ്മീൻ എന്ത് ചെയ്യും, പുള്ളി പിണങ്ങിപ്പോയിരിക്കുകയാണ്, അദ്ദേഹം കോപിഷ്ണനായിട്ടോ എന്താ സംഭവിക്കും, ഞങ്ങളിപ്പോൾ എന്താ ചെയ്യുക. പുള്ളി പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ചൂര പിണറായിക്ക് ഇഷ്ടമല്ല. നിങ്ങളൊരു പണി പാറശാല മാർക്കറ്റിൽ പാളയം രാവിലെ 5 മണിക്ക് ചെല്ലണം. പാളയം മാർക്കറ്റിൽ പോയിട്ട് 5 മണിക്ക് പോയിട്ട് ഏറ്റവും നല്ല നേരത്തെ കിട്ടും നെന്മീൻ നോക്കി മേടിച്ച് കൊണ്ടുവന്ന് കറി വെച്ച് വറുത്തും കൊടുക്കുക, അതങ്ങനെ മാർഗമുള്ളൂ എന്നാണ് പറഞ്ഞത്. അതാണ് സത്യനേശൻ പദവി രക്ഷിച്ചു. പിറ്റേന്ന് രാവിലെ 5 മണിക്ക് തന്നെ പാളയം മാർക്കറ്റിൽ പോയി മേടിച്ച് തിന്നു. പിന്നെ യാത്രയിലുടനീളം ഇതല്ലേ അണ്ടിപ്പരിപ്പ് പാലിൽ കലക്കി കൊടുക്കണം. എന്താണെങ്കിലും അത്തരം ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് മാറിയിട്ട് ചിരിക്കുന്ന മുഖ്യമന്ത്രി വന്നതിന്റെ കുഴപ്പമായിരുന്നു കഴിഞ്ഞ ദിവസം ചിരിക്കുന്ന മുഖ്യമന്ത്രിയേക്കാൾ നല്ലത് ചിരിക്കാത്ത മുഖ്യമന്ത്രിയായിരുന്നു. ജനം ഇലവിക്കുന്നു. എന്താണെങ്കിലും നാട്ടുകാർ കയറി പഞ്ഞിക്കിട്ട് പതുക്കെ ഇതെല്ലാം വലിച്ചോട്ട് പോയിട്ടുണ്ട്. തീർന്ന പരിപാടി കഴിഞ്ഞു. പിണറായി വിജയനെ കൊല്ലാക്കൊല ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവസരം ഉണ്ടാക്കിയതാരാ ഇവിടുത്തെ സൈബർ സഹാക്കൾ. ഈ പ്രളയത്തിനിടയ്ക്ക് കൂടി ഒരു ചെറിയ കുൽസിത പ്രവർത്തനം നടത്തി നോക്കിയാൽ ഇനിയെങ്കിലും രക്ഷപ്പെടുമെന്ന് നടക്കുകയില്ല. ഇയാളുടെ മുഖം കണ്ട അപ്പത്തെറിയാണ് നാട്ടുകാർ. എന്താണെങ്കിലും ഞങ്ങൾ ഇന്ന് പോയ ഞങ്ങളുടെ ഒരു വ്യക്തിപരമായ അനുഭവമാണെങ്കിൽ പോലും ഞങ്ങൾ ഇതിവിടെ പങ്കുവയ്ക്കാൻ കാര്യം, ഞങ്ങൾ ഇതിനകത്തൊരു താരതമ്യം നടത്താൻ കാര്യം, പിണറായി വിജയന്റെ വരവും VD സതീശന്റെ വരവും തീർത്തും ജനകീയൻ, ഒരു ബഹളങ്ങളില്ല, സെക്യൂരിറ്റി ചെക്ക് ഇല്ല, നാട്ടുകാരെ അടിച്ചോടിക്കുന്നില്ല, വാഹന ഗതാഗതം കുരുക്കുന്നില്ല. മാത്രമല്ല നമ്മൾ ഇറങ്ങി വന്നപ്പോൾ അത് 1 വേ പോലായിരുന്നു അവിടെ ഇത് അറേഞ്ച് ചെയ്തത്. എല്ലാ മന്ത്രി വാഹനവും അപ്പുറത്തോടെ തന്നെ കടത്തി വിട്ടെ. മുഖ്യമന്ത്രിയുടെ അടക്കം ആ വഴിക്കൂടാണ്. അതായത് ആ 1 വേ പാലിച്ചു പോകാൻ നിർബന്ധിതരായിരുന്നു. വഴിയായതുകൊണ്ട് തന്നെ ഒരു വണ്ടി അങ്ങോട്ട് പോയാൽ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റില്ല. എതിരെ പറഞ്ഞ വണ്ടി കടന്നു വരാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം ഒരു വഴി മുഖ്യമന്ത്രി അങ്ങനെ തന്നെ 1 വേ ആക്കി ഇട്ടു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും കൃത്യം. അത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം അടക്കം. വാഹന വ്യൂഹം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, വാഹനം മാത്രമേ ഉള്ളൂ. അതേ ഉള്ളായിരുന്നു. അത് അടക്കം വാഹന വ്യൂഹം ഞാൻ ഉദ്ദേശിച്ചത്. അതിന് പിന്നാലെ 2 മന്ത്രിമാരോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പിണറായിയെയും സതീശനെയും തമ്മിൽ വിലയിരുത്തുന്നത്.